അങ്ങനെ തന്നെ. RSSന് മെമ്പർഷിപ്പ് ഇല്ല. അതുകൊണ്ട് എന്താ, എവിടെ ചെന്നും ഏത് പാതിരാത്രിക്കും അവന് കൊലപാതകം ചെയ്യാം, ഹിംസ ചെയ്യാം. ആരും ഒരു കോടതിയും ശിക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് ഗൗരി ലങ്കേഷിനെ വെടിവെച്ച് കൊന്നത് ആരാണെന്ന് കോടതിക്ക് അറിയാൻ കഴിയാത്തത്. നരേന്ദ്ര ദബോൽക്കറെ കൊന്നതാരാണെന്ന് ഇന്ത്യയിൽ ഒരു പോലീസും പിടിക്കാൻ കഴിയാത്തത്. ഇന്ത്യയിൽ നടക്കുന്ന 10,000-കണക്കിന് കലാപങ്ങളിൽ അതിൽ പ്രതികൾ ആരാണെന്ന് പിടിക്കാൻ കഴിയാത്ത വിധം വിവിധങ്ങളായ സംഘടനകളെ, ഒരു ഫാസിസ്റ്റ് സംഘടനയുടെ ലക്ഷണമൊത്ത സഹസംഘടനകളെ അവർ സൃഷ്ടിച്ചിരിക്കുന്നു. ഇതിനെ മറികടക്കാൻ എന്താണ് പോംവഴി? ജനാധിപത്യ മാർഗമാണ്, ജനാധിപത്യ മാർഗം മാത്രമാണ്. അതുകൊണ്ട് ഈ രാജ്യത്തെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ മുന്നോട്ട് വരുന്ന ഒരു സമര പ്രസ്ഥാനമായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയെ ഈ MK ഫൈസിയുടെ അറസ്റ്റ് പാകപ്പെടുത്തട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. MK ഫൈസി അറസ്റ്റ് ചെയ്യപ്പെടും, ഈ അബൂബക്കർ അറസ്റ്റ് ചെയ്യപ്പെടും, പ്രൊഫസർ കോയമാർ അറസ്റ്റ് ചെയ്യപ്പെടും. എന്തുകൊണ്ടാ ഇന്ത്യൻ രാഷ്ട്രീയത്തെ കയ്യിലിട്ട് അമ്മാനമാടിയത്? ദന്തഗോപുരങ്ങളിൽ നിന്ന് സവർണ മേധാവിത്വമാണെങ്കിൽ ഈ രാജ്യത്തെ മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ നിന്ന്, രാജ്യത്തിലെ കർഷക തൊഴിലാളി കുടുംബത്തിൽ നിന്ന്, രാജ്യത്തിലെ ഓട്ടോറിക്ഷക്കാരുടെ കുടുംബത്തിൽ നിന്ന്, രാജ്യത്തെ ആക്രി പെറുക്കുന്നവന്റെ കുടുംബത്തിൽ നിന്നും ഇന്ത്യൻ പൊളിറ്റിക്സിനെ കൈകാര്യം ചെയ്യാൻ ഒരു പാർട്ടി ഉണ്ടായി, അതിന് നേതാക്കൾ ഉണ്ടായി. അതിന്റെ പേരാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി. അതുകൊണ്ട് അവർണരുടെ പോരാട്ടങ്ങളെ, അവർണരുടെ മുന്നേറ്റങ്ങളെ, അവർണരുടെ സാർത്ഥഭാഗ പ്രസ്ഥാനങ്ങളെ രാജ്യത്ത് തകർക്കുക എന്നത് സവർണ മേധാവിത്വത്തിന്റെ ലക്ഷണമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഭയപ്പെടുന്നില്ല. ഇന്ത്യയിൽ അവർണരായ, ഈ രാജ്യത്തെ ഏറ്റവും മോശം ജോലി ചെയ്യുന്നു എന്നവർ പറയുന്ന കഠിനാധ്വാനികളായ ഇന്ത്യയിലെ തൊഴിലാളികളുടെ പ്രസ്ഥാനമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, അതുകൊണ്ടാണ് MK ഫൈസി അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ഒരു മതപണ്ഡിതൻ മാത്രമാണ്. അദ്ദേഹത്തിന്റെ മഹത്വം എന്താണ്? സവർണ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മതപണ്ഡിതൻ മാത്രമാണ്. അതല്ലാതെ അദ്ദേഹം ഒരു സാധാരണ കുടുംബത്തിൽ, പണ്ട് ഓലമേഞ്ഞൊരു കുടുംബ കുടിലാണ് പണ്ട് അദ്ദേഹം പിറന്നതെങ്കിൽ അതാണ് ഈ രാജ്യത്തെ അവരെ അസ്വസ്ഥപ്പെടുത്തുന്നത്. എല്ലാ പാർട്ടികളെയും നയിക്കുന്നത് പൂണൂലുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ അവരുടെ പേരിനൊപ്പം ഒരു വാലുണ്ടായിരിക്കണം എന്ന സാമ്പ്രദായിക രീതിയെ തിരുത്തിക്കൊണ്ടാണ് SDP മുന്നോട്ട് പോകുന്നത്. ഇത് പറഞ്ഞതുകൊണ്ട് നാളെ അങ്ങ് അറസ്റ്റ് ചെയ്യാം എന്നാണ് നിങ്ങൾ കരുതുന്നെങ്കിൽ തെറ്റി. നിങ്ങൾക്ക് ഇന്ത്യ രാജ്യത്തെ വീണ്ടെടുത്ത് മാത്രമേ ഞങ്ങൾ ഈ പോരാട്ടം അവസാനിപ്പിക്കുകയുള്ളൂ. രക്തസാക്ഷിത്വമാണ് എങ്കിൽ രക്തസാക്ഷിത്വം ആർജിച്ചുകൊണ്ട് ഇന്ത്യൻ ജനതയെ സംരക്ഷിക്കാൻ, വരും തലമുറയെ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമായ ഒരു പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ സംഗമം, ഐക്യദാർഢ്യ സംഗമം നിങ്ങളുടെ ഏവരുടെയും പിന്തുണയോടുകൂടി, അറിയിപ്പോടുകൂടി, എല്ലാവരുടെയും അനുമതിയോടുകൂടി ഞാൻ ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. ഊഷ്മളമായ അഭിവാദ്യങ്ങൾ. ജയ് ഭീം, ജയ് ഡെമോക്രസി.